ഇസ്രായേലിന്റെ ജീവപര്യന്തങ്ങൾക്ക് കെടുത്താനാവാത്ത നിശ്ചയദാർഢ്യം, അതിശക്ത തടവര ചുമരുകൾ ഭേദിച്ച സ്വാതന്ത്ര്യദാഹം. മുഹമ്മദ് അൽ അർദ, ഗസയുടെ പോരാട്ടവീര്യത്തിന്റെ പ്രതീകം. അടങ്ങാത്ത സ്വാതന്ത്ര്യദാഹം കൊണ്ട് ഇസ്രായേൽ തീർത്ത കരുത്തുറ്റ കോട്ടമതിലുകൾ ഭേദിച്ചയാൾ. സയനിസ്റ്റുകൾ വിധിച്ച 3 ജീവപര്യന്തത്തിനും അയാളുടെ മനക്കരുത്തിന് കെടുത്താനായില്ല. സ്പൂൺ ഹീറോ എന്നാണ് അയാളെ ലോകം വിശേഷിപ്പിക്കുന്നത്. ഇസ്രായേൽ തടവറയുടെ അതിശക്തമായ മതിലുകൾ തുരുമ്പെടുത്ത് തുടങ്ങിയ സ്പൂൺ കണ്ട് തുരന്ന് പുറം ലോകത്തെത്തിയ അയാൾ. 2021 ആ സംഭവം. ഫ്രീഡം ടണൽ എന്നാണ് ആ ഓപ്പറേഷൻ അറിയപ്പെട്ടത്. 5 സഹപോരാളികളെയും കൊണ്ടാണ് അന്ന് അൽ അർദ ജയിൽ ഭേദിച്ചത്. 1982 സെപ്റ്റംബർ 3 അരാബയിലാണ് അർദയുടെ ജനനം. 2002 തൻ്റെ 20ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ആദ്യം തടവിലാക്കപ്പെട്ടത്. ഇസ്ലാമിക് ജിഹാദ് മൂവ്മെൻറ്റിൻ്റെ സൈനിക വിഭാഗമായ അൽ ഖുദ്സ് ബ്രിഗേഡിൽ അംഗമായി എന്നതാണ് അദ്ദേഹം ചെയ്ത കുറ്റം. അധിനിവേശ ജോർദാൻ താഴ്വരയിലെ കുപ്രസിദ്ധമായ ഷാത്ത തടവറയിലായിരുന്നു അദ്ദേഹത്തെ ആദ്യമായി തള്ളിയത്. 3 ജീവപര്യന്തവും 20 വർഷ തടവുമായിരുന്നു അദ്ദേഹത്തിന് വിധിച്ച ശിക്ഷ. ഇവിടെ നിന്ന് രക്ഷപ്പെടാനായി ഒരു തുരങ്കം നിർമ്മിച്ചത് ശ്രദ്ധയിൽപ്പെട്ട അധികൃതർ അദ്ദേഹത്തെ 2014 1 വർഷത്തെ ഏകാന്ത തടവറയിലേക്ക് മാറ്റുന്നുണ്ട്. പിന്നീട് അദ്ദേഹത്തെ ഗിൽബോയ ജയിലിലേക്ക് മാറ്റുന്നു. ഇവിടെ നിന്നാണ് 2021 അദ്ദേഹം അതിവിദഗ്ധമായി രക്ഷപ്പെടുന്നത്. 60 കാവൽക്കാരും നിരവധി കാവൽ നായ്ക്കളും ഇരട്ട മതിലും 3 വാച്ച് ടവറുകളും 3 കമ്പിവേലികളും ഉള്ള അതീവ സുരക്ഷയുള്ള ജയിലായിരുന്നു ഗിൽബോയ. പക്ഷേ അയാളുടെ നിശ്ചയദാർഢ്യത്തിന് മുമ്പിൽ സുരക്ഷാ വമ്പുകളെല്ലാം മുട്ടുകുത്തി. തുരുമ്പ് പിടിച്ച സ്പൂണുകൾ അയാൾക്ക് മുന്നിൽ മൂർച്ചയേറിയ ആയുധമായി മാറി. സയനിസ്റ്റ് ഭീകരരാജ്യം നാണക്കേട് കൊണ്ട് തല താഴ്ത്തി. ഐഹാം കമാജി, മുനാദിൻ അൻഫിയാത്ത്, യഹൂബ് ഖദരി, സക്കരിയ സുബൈദി എന്നിവരാണ് അദ്ദേഹത്തോടൊപ്പം അന്ന് തടവ് ചാടിയ മറ്റുള്ളവർ. പിന്നീട് അദ്ദേഹത്തെ ഇസ്രായേൽ വീണ്ടും പിടികൂടി. തുടർച്ചയായ ഏകാന്തവാസം, കടുത്ത പീഡനങ്ങളുമാണ് തടവിൽ അർദയെ കാത്തിരുന്നത്. നേരത്തെ ഉണ്ടായിരുന്നതിന് പുറമെ 5 വർഷം കൂടി അധിക തടവു ശിക്ഷയും വിധിച്ചിരുന്നു അദ്ദേഹത്തിന് കോടതി. വീണ്ടും പിടിയിലാക്കപ്പെടുമ്പോൾ തളരാത്ത പോരാട്ടവീര്യത്തിന്റെ നിശ്ചയദാർഢ്യത്തോടെ അർദ പറഞ്ഞിരുന്നു എന്നെങ്കിലും സ്വതന്ത്രനായി ജന്മനാട്ടിലേക്ക് തിരിച്ചെത്തുമെന്ന്. ഒടുവിൽ ആ വാക്കുകൾ സത്യമായിരിക്കുന്നു. സ്വാതന്ത്ര്യത്തിന്റെ വിഹായസിലേക്ക് ആ മനുഷ്യൻ വീണ്ടും പറന്നുയർന്നിരിക്കുന്നു. ഇസ്രായേലിന്റെ കൂറ്റൻ തടവറകൾക്കും കാവൽ ശക്തികൾക്കും തോൽപ്പിക്കാനാവാത്ത വീര്യവുമായാണ് അദ്ദേഹത്തിന്റെ മടങ്ങിവരവ്. Waytonikah.com, the exclusive Muslim matrimonial site.